എന്റെ അമ്മ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ആൾക്ക് 1 ലക്ഷം റുപ്യ സംഭാവന കൊടുക്കുന്നത്. കാലം പലതും മാറ്റി പൈസ നമുക്ക് ഉണ്ടാക്കാം, അതൊക്കെ വരും. ഒരു ജീവൻ നാളെ നമുക്കൊരു കുറ്റബോധം തോന്നിയാൽ, ഈ പെരുന്നാളൊക്കെ ആഘോഷിച്ച് വിഷുവൊക്കെ ആഘോഷിച്ച് എല്ലാം കഴിയുമ്പോൾ ഒരു കുറ്റബോധം തോന്നിയാൽ ഇന്ന് ഇപ്പൊ ഇച്ചിരി കാശ് കൊടുക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല അല്ലെ? ഇപ്പൊ ചെയ്യണം. എന്താണ് അത്ര ധൃതിയില്? ആഹാ, രാവിലെ ചന്ദ്രക്കുറിയൊക്കെ തൊട്ടിട്ടുണ്ടല്ലോ. അളി, ഈ പൈസ പിടിച്ചേ. ഈ പൈസ എടുത്തിട്ടേ നീ നിന്റെ ഫോണിലെ കുന്ത്രാണ്ട വഴി ഒന്ന് അയച്ചു കൊടുക്ക്. അതിപ്പോ തികഞ്ഞു കാണൂ. എടാ, നീ എന്തു ഈ പറയുന്നത്? ആർക്ക് എന്തോ തികഞ്ഞോന്നാ? ഡാ, അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ് ഒരു പാവപ്പെട്ടവൻ ഗൾഫിലെ ജയിലിൽ കിടക്കുന്നില്ലേ? ആ പുള്ളി ഇറക്കാൻ വേണ്ടിട്ട് 34 കോടി രൂപ വേണമെന്നും പറഞ്ഞു നമ്മുടെ ബോച്ചയും അവരും ഒക്കെ പിരിക്കാൻ ഇറങ്ങിയില്ലയോ? അത് തികഞ്ഞോന്നാ ഞാൻ ചോദിക്കുന്നേ. അതേ ഏകദേശം തയ്യാറേടാ. അതുപോലെ എല്ലാരും സഹായിക്കുന്നുണ്ടല്ലോ, ഞാനും കൊടുത്തായിരുന്നു. എടാ, അതെ, അത്യാവശ്യമാ. ഡാ, അത് തികയുന്നതിന് മുമ്പേ നീ ഈ പൈസ ഇതിനകത്ത് നിന്റെ ഫോണിൽ നിന്ന് ഒന്നെടുത്ത് അയച്ചു കൊടുക്ക്. അയച്ചോട്. സെൻഡായടാ, അയച്ചു. അത് മതി. ഹരി, നീ 3000 രൂപ വന്നത് എന്റെ കയ്യിലാ. അത് എനിക്ക് നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത് അവിടെ ചെല്ലുന്നത് എന്റെ അക്കൗണ്ടിൽ നിന്ന് എന്റെ പേരിലാ. എടാ, ആ 34 കോടിയിൽ എന്റെ കാശ് കൂടെ വേണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അത് നടന്നല്ലോ, എനിക്കത് മതി. ബാക്കിയൊക്കെ പുള്ളിയും തമ്മിലല്ലയോ? അങ്ങേർക്ക് അറിയാടാ നമ്മുടെയൊക്കെ ഉള്ളെന്താണെന്ന്. പോട്ടടാ.